ഹലോ, വെൽക്കം ബാക്ക് ടു റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാനും ഏട്ടനും എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഞാനും ഏട്ടനും ട്രിവാൻഡ്രത്താണ്. അപ്പം എന്നെ നേരെ കോഴിക്കോടേക്ക് കയറ്റി വിടാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് തരുന്ന, റെയിൽവേ ടിക്കറ്റ് എടുത്ത് തരുന്ന ചേട്ടനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾ ഓക്കെ രാവിലെ ആകുമ്പോഴത്തേനും ടിക്കറ്റ് അയക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എടുക്കുന്നതായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ട്രെയിൻ ടിക്കറ്റ് ഫോണിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റ് ആവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ ഇതേ മദേഴ്സിലോട്ട് പോയി. അവിടെ പോയി എൻ്റെ ഫേവറേറ്റ് ജീനി ദോശ കഴിക്കുവാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പം ആൾ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഗൈസ് അറിഞ്ഞത് ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങിയും പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ദോശയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ച് കയറാൻ. മോർണിംഗ് തന്നെയായിരുന്നു, അത്യാവശ്യം നല്ല മോർണിംഗ് ആയിരുന്നു, വേറെ കടകളൊന്നും തുറക്കത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളിത് മദേഴ്സിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ മദേഴ്സിൻ്റെ ഒരു കൗണ്ടർ സെക്ഷനിൽ അവരിത് രണ്ട് ചേട്ടന്മാർ നിന്നിട്ട് ബോളി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ ഗീ ബോളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു രസം തോന്നി, അവരിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ഡെഡിക്കേറ്റ് ചെയ്ത് അതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. മദേഴ്സിലെ ബോളി ഭയങ്കര ഫേമസ് ആണ്, അവിടുത്തെ ബോളിയും പായസവും ഒക്കെ. എനിക്ക് പക്ഷേ ബോളിനോടൊരു പ്രത്യേക ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ. പക്ഷെ ബോളി എനിക്ക് അത്ര ഒരു ഇഷ്ടമില്ല ബോളിനോട്. ഏട്ടന് പിന്നെ അത് ഒട്ടും ആൾ കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. കാരണം മോർണിംഗ് തന്നെ ആവുകയും ചെയ്തു. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങുകയും ചെയ്തു. വേറെ കടകളും ലുലുമോളും ഒന്നും തുറക്കുകയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓക്കെ ഏട്ടനിന്ന് ലീവായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടന് ഓൾറെഡി ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊബർ വിളിച്ച് തിരിച്ച് റൂമിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം അത്യാവശ്യം നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഊബറിൽ റൂമിൽ പോവാണ്. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ഉറക്കവും എല്ലാം പോയി. കാരണം ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ ടിക്കറ്റ് കിട്ടുമല്ലോ ട്രെയിനിൽ ഞാൻ പോകുമല്ലോ അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പം അതിൻ്റെ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം കൂടെ പോയി റൂമിൽ പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രുചിയിൽ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി വന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇതിൻ്റെ സങ്കടം തീർക്കാൻ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോയിട്ട് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞു. രുചിയത്തെ സദ്യ അടിപൊളി സദ്യയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളപ്പോൾ ഇടയ്ക്ക് റൂമിലുള്ള ടൈമിൽ ഏട്ടന് ഉള്ള സമയത്ത് ഏട്ടന് ഷൂട്ട് അഥവാ ഇല്ല റൂമിൽ നമ്മൾ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് പോയി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൽ ഓരോന്ന് എടുത്തെടുത്ത് പറയാനുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. എനിക്ക് അവിടുത്തെ പൈനാപ്പിൾ പച്ചടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വേറൊരു ബീട്രൂട്ട് പച്ചടി പോലത്തെ ഒരു ഇതുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഇഞ്ചമ്പുളി അടിപൊളിയാണ്, അച്ചാർ അടിപൊളിയാണ്, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 തരം ഇടയ്ക്ക് 3 പായസമൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് അവിടുത്തെ പാലട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഒരു മെയിനായിട്ടുള്ള എല്ലാവരും കഴിക്കുന്ന കാണുന്നത് ഒരു കടലപ്പായസം എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഏട്ടനാണെങ്കിൽ പിന്നെ സദ്യ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ആളിത് ഭയങ്കര ആസ്വദിച്ച് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സാധാരണ പറയാത്തൊരു സംഭവം കൂടെ പറഞ്ഞു. ബോളിയും പാൽപ്പായസവും പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലടയും ബോളിയും പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി. ഏട്ടൻ പിന്നെ പാലട മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. ബോളി ഞാൻ കഴിച്ചു തുടങ്ങി. എനിക്ക് പക്ഷെ അത്ര അങ്ങ് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ വലിയ കാര്യത്തിൽ മേടിക്കും, പക്ഷെ ഞാൻ കഴിക്കാറില്ല. കണ്ടോ എൻ്റെ കയ്യിൽ എന്തോരം ബാക്കിയിരിക്കുന്ന ഫുഡ്. ഏട്ടൻ കണ്ടില്ലേ ക്ലീനായി. ഏട്ടന് സദ്യ കിട്ടിക്കഴിഞ്ഞാൽ ആൾ പിന്നെ വേറെ ഒന്നും വേണ്ട, അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഓണത്തിനായിക്കോട്ടെയൊക്കെ സദ്യയൊക്കെ ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര, കാരണം ഞാനൊന്നും അത്രയ്ക്ക് ആസ്വദിച്ച് സദ്യ കഴിക്കത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു മീൻകറിയെങ്കിലും എനിക്ക് വേണം. പക്ഷെ ആൾ ഭയങ്കര ഇതിൽ സദ്യ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ സദ്യ ആസ്വദിച്ച് കഴിക്കുന്നത്.
അങ്ങനെ ദേ ഇഷ്ടം മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇമോഷണലി ഭയങ്കര ടച്ചുള്ള പോലെ തോന്നി. ആയിട്ട് നന്നായി ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നല്ല എപ്പിസോഡായിരുന്നു. ഭയങ്കര ഒരു അറ്റാച്ച്ഡായി തോന്നി. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി. രാവിലെ ഏട്ടൻ ദേ ഷൂട്ടിന് പോകാനുള്ള ടൈമായി. ആൾ ദേ ഫ്രഷായി വന്നു. ഇതേ അപ്പം മുഖത്ത് സിറം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ വണ്ടി ഏകദേശം വരാനുള്ള ടൈമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ പറഞ്ഞു ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഏട്ടൻ റെഡി ആയി. ആദ്യം പറഞ്ഞത് നേരത്തെ തന്നെയാണെന്നായിരുന്നു. അപ്പോൾ ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരൻ. A few moments later. ഗൈസ്, ഒരാളിതേ ഷൂട്ടിന് പോവാതെ ഫോണ് നോക്കിയിരിക്കുന്നു. ആദ്യം ഇവരിന്ന് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കാം, ഒരു ഈവനിങ്ങും പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു 10:30 ആകുമ്പോൾ ശരിയാവാമെന്ന് പറഞ്ഞു. സമയം 10:30 ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഇപ്പം അവർ ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പിന്നെ തലകുത്തിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആൾക്കാരായതുകൊണ്ടും കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നതുകൊണ്ടും ഞാനിങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുകയാണ്. കറങ്ങുന്നുണ്ട് ഗൈസ്, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒന്നുമില്ല, അവർ വിളിക്കുന്നില്ല, പറയുന്നില്ല, ഒന്നുമില്ല. ഡ്രസ് ഊരിയിരിക്കുന്നു. വെറുതെ എന്തിനാ ആ ഡ്രസ്സ് വെറുതെ ഞാൻ ചുക്കി വിളിക്കും. പെട്ടികൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ ഇതായിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങളിത് ഒരു നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ പോയത് നമ്മളെ വിഴിഞ്ഞത്തുള്ള അൽ ഉസ്താദ് ഹോട്ടലിലോട്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ഇതേ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് അവർ കുക്ക് ചെയ്ത് തരും. ഏട്ടനിടയ്ക്ക് വരുന്നതാണ്, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു കട്ടൻ ആദ്യം തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മീനിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ്മീൻ പറഞ്ഞു, പിന്നെ വലിയൊരു മീൻ പറഞ്ഞു, പിന്നെ ഞണ്ട്, കല്ലുമ്മക്ക, പ്രോൺസ് അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞത്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പവും അതുപോലെ കോയിൻ പൊറോട്ടയും തരും. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസാലയൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഫിഷും അതേ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്ലേവർ. അതുപോലെ അവിടുത്തെ ഒരു വൈബ് അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ.